Namaste viewers, welcome back to my new video. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് സ്റ്റോക്ക് ട്രേഡിംഗ് നമ്മുടെ സോഫ്റ്റ്വെയർ WinTrader ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് തരുന്നത് ലാഭം നേടിത്തരുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്? അത്തരം സ്റ്റോക്കുകൾ നമ്മൾ സെലക്ട് ചെയ്താൽ കൂടി അതിലെപ്പോഴും ബൈ സിഗ്നൽ അല്ലെങ്കിൽ സെൽ സിഗ്നൽ കാണിച്ചിട്ട് ഇതൊക്കെ ഭയങ്കര കൺഫ്യൂസിങ് പാർട്ടാണ്. അവിടെയാണ് നമ്മുടെ സോഫ്റ്റ്വെയർ ടെക്നിക്കൽ സോഫ്റ്റ്വെയർ നമ്മുടെ WinTrader നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്നുള്ള ഈ വീഡിയോ കൂടെ ഞാൻ കാണിച്ചുതരാം. ഫുള്ളായി കാണുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണണം. ഇത് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്പർ ഡിസ്പ്ലേ ആവുന്നുണ്ട്. എൻ്റെ ഓഫീസിൽ നിന്ന് ആലപ്പുഴ ചേർത്തല KSRTC സ്റ്റാൻഡ് അടുത്താണ്. അപ്പോൾ നിങ്ങൾക്ക് വരണമെങ്കിൽ വരാം, അല്ലെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഈ നമ്പറിൽ എൻ്റെ വാട്സപ്പ് കൊണ്ട് കോൺടാക്ട് ചെയ്യാം. നമുക്ക് ലൈവായിട്ട് എൻ്റെ പെർഫോമൻസ് അതുപോലെ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നത് ഫുൾ പഠിപ്പിച്ച് തരുന്നതാണ്. എല്ലാ മാർക്കറ്റിനകത്ത് അവൈലബിൾ ആണ്. ഓപ്ഷൻസ്, സ്റ്റോക്കുകൾ എല്ലാം ഉണ്ട്. കമ്മോഡിറ്റീസ്, ഫോറക്സ് എല്ലാം ഉണ്ട്. ഇപ്പോൾ ഇതിന് എക്സാമ്പിൾ എടുത്ത് വെച്ചിരുന്നത് അശോക് ലെയ്ലാൻഡാണ്. ഇൻട്രാഡേ ചാർട്ടാണിത്. ഈ വരുന്നതാണ് മാർക്കറ്റ് റേറ്റ് 175. ഇതിനകത്ത് ഗ്രീൻ കളറിൽ അപ്പാർ വരുന്ന ബൈ ചെയ്യാനുള്ളത്, അതുപോലെ റെഡ് ഡൗൺ ആര് വരുന്ന സെല്ലിയാൾ ഇൻഡിക്കേഷനാണ്. സിഗ്നൽസ് ഒക്കെ സോഫ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ തരുന്നത്. സിഗ്നൽ വരുമ്പോൾ ഇതുപോലെ അലേർട്ട് മെസ്സേജ് വഴി ഇൻഡിക്കേഷൻ തരും, അലേർട്ട് വിത്ത് സൗണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയർ നമുക്ക് സിസ്റ്റത്തിൽ മിനിമൈസ് ആയി ഇരുന്നാൽ കൂടി സിഗ്നൽ വരുമ്പോൾ നമുക്ക് അലേർട്ട് വഴി സോഫ്റ്റ്വെയർ ഇൻഡിക്കേഷൻ തരുന്ന സിഗ്നൽ വന്നുള്ള. അതുപോലെ നിങ്ങളൊരു 10 സ്റ്റോക്കിൽ ഓപ്പൺ ചെയ്തിട്ട് ഈ 10 സ്റ്റോക്കിൽ ഏത് സ്റ്റോക്കിലാണ് സിഗ്നൽ വന്നാൽ അതിൻ്റെ പേര് ഉൾപ്പെടെ നമുക്ക് സോഫ്റ്റ്വെയർ ഇൻഡിക്കേഷൻ തരും. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ള എന്താണ്, കൺഫേം ആണെന്ന് ചെക്ക് ചെയ്യുക. കൺഫർമേഷൻ എങ്ങനെ ചെക്ക് ചെയ്യുക എന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ബൈ സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ ആരോ വന്നതിന് ശേഷം തൊട്ട് താഴെ ഒരു ബാറുണ്ട്. ആ ബാർ ഗ്രീൻ ആയിരിക്കണം. അതുപോലെ പ്രൈസ് എന്ന് പറയുന്നത് ബൈ സോൺ ആയിരിക്കണം. രണ്ട് കൺഫർമേഷൻ മതി. ബൈ സിഗ്നൽ വന്ന ശേഷം തൊട്ട് താഴത്തെ ബാർ ഗ്രീൻ ആയിരിക്കണം. പ്രൈസ് ഇൻ ബൈ സോൺ, ഈ 2 കൺഫർമേഷൻ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. എൻട്രി പോയിന്റ് സിഗ്നൽ വരുമ്പോൾ ഞാൻ പറഞ്ഞ ഈ അലർട്ട് മെസ്സേജും വരും. ഏറ്റവും മേലെ ഡാഷ്ബോർഡിൽ നമുക്ക് എഴുതി കാണിക്കുന്നുണ്ട് റേറ്റും പ്രൈസ് ഏത് ടൈം ആണെന്നുള്ളത്, ഡേറ്റ് എല്ലാം ഇതിനകത്ത് എഴുതി കാണിക്കുന്നുണ്ട്. അതുപോലെ 3 ടാർഗറ്റ് സ്റ്റാറ്റസിൽ നമുക്ക് നോക്കി അറിയാൻ പറ്റും എത്ര ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ടെന്ന് ഫുൾ അറിയാൻ പറ്റും. അപ്പോൾ സിഗ്നൽ വന്ന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ലിസ്റ്റ് അങ്ങ് എടുക്കുക. നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് തരുന്ന സ്റ്റോക്ക് ലിസ്റ്റുകൾ തിരഞ്ഞെടുത്ത് അതിങ്ങനെ ആഡ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലുള്ള അലേർട്ട് മെസ്സേജ് ത്രൂ സോഫ്റ്റ്വെയർ ഇൻഡിക്കേഷൻ തരും, അലേർട്ട് വിത്ത് സൗണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ പാട്ട് എന്താണെന്ന് വെച്ചാൽ അത് കൺഫേം ആണെന്ന് നോക്കുക മാത്രം നമ്മൾ ചെയ്യാവുള്ളൂ. കൺഫേം ആണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ. അപ്പോൾ ഇതെന്ന് വെച്ച് നമുക്ക് ഫുൾ ഇൻഡിക്കേഷൻ തരും. അലേർട്ട് സിഗ്നൽ വരുമ്പോൾ അലേർട്ട് വരും. അതുപോലെ ഇപ്പോൾ ഒരു ട്രേഡ് മിസ്സായിട്ടുണ്ടെങ്കിൽ റീ എൻട്രി ഓപ്ഷൻ തരും. അതുപോലെ സൈഡ് ആണെങ്കിൽ സൈഡ് ഉൾപ്പെടെ നമുക്ക് ഇൻഡിക്കേഷൻ കാണിച്ചു തരുവേ. റെസിസ്റ്റ് ചെയ്യുന്ന സപ്പോർട്ട് ലെവൽസ് എല്ലാം ഉണ്ട്. കൂടാതെ ഇതിനകത്തൊരു സ്കാനർ കൂടി നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അറിയാമെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.